രേണു കൊല്ലസുധിയുടെ രണ്ടാം ഭാര്യയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് നടിയായ വീണ എസ് പിള്ള രേണുവിന്റെ വിവാദങ്ങൾ തള്ളി രംഗത്ത് വന്നത്. രേണു ഫ്രോഡാണെന്നും താനും സുധിയും അകലാൻ കാരണം രേണു ആണെന്നുമാണ് വീണ ആരോപിച്ചിരുന്നത്. തന്റെ ഇപ്പോഴത്തെ ഭർത്താവിന്റെ സുഹൃത്തുക്കളോട് വരെ താനും സുധിയും ലിവിങ് ടുഗദർ ആയിരുന്നെന്നാണ് രേണു പറഞ്ഞത്. സുധി 1 ലക്ഷം രൂപ തന്നാണ് തന്നെ ഒഴിവാക്കിയതെന്ന ആരോപണത്തിനും ഓൺലൈൻ മലയാളി സോഷ്യൽസിന് നൽകിയ അഭിമുഖത്തിൽ വീണ മറുപടി നൽകുന്നു. താനും സുധി ലിവിങ് ടുഗദർ ആയിരുന്നുവെന്നും തന്നെ ഒഴിവാക്കാൻ സുധി ഒരുപാട് കഷ്ടപ്പെട്ടുവെന്നും തന്റെ ഭർത്താവിന്റെ കൂട്ടുകാരോടും സുധിയുടെ കൂട്ടുകാരോടും പറയുന്നത് ഒരു 6 മാസക്കാലമായി കേൾക്കുന്നു. പരിപാടിയുടെ തിരക്കൊക്കെ ആയതിന് അത് കണക്കിലെടുത്തില്ല. വിവരമില്ലാത്തവർ പലതും പറയും, നമുക്കതിന് പുറകെ പോയി സമയം കളയാനില്ല. പക്ഷെ ഇത് കേട്ട് കേട്ട് മടുത്തു. പുറത്തേക്ക് വരാൻ ഒരു താല്പര്യം തനിക്കില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ആകാമായിരുന്നു. ഇന്നലെ രാവിലെ മഴയത്ത് വന്ന ആർട്ടിസ്റ്റ് അല്ല ഞാൻ. മലയാളത്തിലും തമിഴിലും സീരിയൽ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നിർത്തിവെച്ചു. അന്ന് സുധിച്ചേട്ടന്റെ വീട്ടിലാണ് 6 മാസം താമസിച്ചത്. അതിനുശേഷം അമ്മ തനിച്ചായതിന് അവിടേക്ക് മാറി. ജീവിതം നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് രേണുവുമായുള്ള മെസ്സേജുകൾ കാണുന്നത്. 2015 കാലഘട്ടത്തിലായിരുന്നു ആദ്യം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ചു. അത് രേണുവിന്റെ വിഷയമല്ല. മാത്രമല്ല വേറെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒരിക്കലും സുധിച്ചേട്ടനെ നോക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല. സുധിച്ചേട്ടനുമായി കൂടുതൽ താൻ വഴക്കുണ്ടാക്കിയിരുന്നത് മദ്യപാനത്തിന്റെ പേരിലായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മദ്യം വേണമെന്നായിരുന്നു. മദ്യപിച്ച് ഓടെ കിടക്കുകയോ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവിടുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വീട്ടിലിരുന്ന് മാത്രമേ മദ്യപിക്കാറുള്ളൂ. താനും കിച്ചുവും കൂടെ ഇല്ലെങ്കിൽ ബാറിൽ പോകും. കിച്ചുവുമായി തനിക്ക് നല്ല ബന്ധം തന്നെയായിരുന്നു. കിച്ചുവിനെ താൻ എപ്പോഴും വഴക്ക് പറഞ്ഞിരുന്നത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിനായിരുന്നു. കൊച്ചിന് എപ്പോഴും അത് വാങ്ങിക്കൊടുക്കരുത് എന്ന് പറയുമായിരുന്നു. സ്വന്തം മകനെ കണ്ടതുകൊണ്ടാണ് സുധിച്ചേട്ടനുമായുള്ള വിവാഹം അമ്പലത്തിൽ പോയി രജിസ്റ്റർ ചെയ്തിരുന്നത്. ലിവിങ് ടുഗദർ ആയിട്ടുള്ളവർ കോടതിയിൽ പോയി പേപ്പർ വാങ്ങിക്കില്ലല്ലോ. രേണു പറഞ്ഞ മറ്റൊരു കാര്യം സുധിച്ചേട്ടൻ 1 ലക്ഷം രൂപ തന്നാണ് തന്നെ ഒഴിവാക്കിയതെന്ന്. തനിക്കൊപ്പം ഡാൻസ് കളിച്ചു കൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ അമ്മയുടെ പക്കൽ നിന്ന് സുധിച്ചേട്ടൻ 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തന്നെ വന്ന് ഇടയ്ക്ക് നിർത്തിയാണ് വാങ്ങിയത്. ബന്ധം ഒഴിയുന്ന സമയത്ത് അത് തിരിച്ചു വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പൈസ തിരിച്ചു തന്നു. വീണ എസ് പിള്ള പറയുന്നു. എന്തായാലും ഒരുപാട് സുധി മരിച്ചു കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു കഥാപാത്രം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്, അല്ലേ? അവിടെ നമ്മൾ ഇവരിപ്പോൾ പുറത്തു വന്നതിലൊക്കെ എനിക്ക് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ചാറ്റുകൾ, രേണുവായിട്ടുള്ള ചാറ്റുകൾ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്, സെക്സ് ചാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നതൊക്കെ ഇത് മരിച്ചുപോയ ഒരാളെ കുറിച്ച് മോശമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അത് പിന്നെയും പിന്നെ ആവർത്തിക്കും. ഇവർക്കെന്തോ എനിക്ക് ചിലപ്പോൾ തോന്നുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇവർക്ക് നല്ല റീച്ച് കയറും. സുധിയെ പറഞ്ഞാലും അല്ലെങ്കിൽ രേണുവിനെ പറഞ്ഞാലും ചിലപ്പോൾ ബിഗ് ബോസിലോട്ടൊക്കെ പോകാൻ അവസരം ചിലപ്പോൾ വന്നെന്ന് വരും. ഇത് ഞാൻ അത് ആ രീതിയിൽ ശക്തമായിട്ടൊന്നും പറയുന്നില്ല. അവര് ഇതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. എങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നു ഇവരിങ്ങനെ പുറത്ത് ഈ സമയത്ത് ഇതിനോടൊക്കെ വന്ന് പ്രതികരിക്കുന്നത്. അതൊക്കെയാണ്. സുധി പോലും ഇവരുടെ കാര്യം ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് രേണു രണ്ടാം ഭാര്യയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരായിട്ട് തന്നെ അതിൽ പിടിച്ച് തൂങ്ങണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ അതിന്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കും റീച്ചിന് ആവശ്യം ഉണ്ടായിരിക്കും, അല്ലേ? ഇങ്ങനെ ഒരു കലാകാരിയെ നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഈ ഒരു പേര് പറഞ്ഞ ശേഷമാണ് അറിയുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സീരിയലിൽ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. അല്ലെ, സീരിയലൊക്കെ ഉണ്ടെന്ന് ഇവർ പറയുന്നത് തമിഴിലും അതുപോലെയൊക്കെ മലയാളത്തിലൊക്കെ. അപ്പോൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരാളെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇവർ വരണ്ടായിരുന്നു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. രേണുസുതി പറയുന്നത് എന്താ പറയുക, രേണുസുതി പറയുന്നതെല്ലാം അങ്ങോട്ട് എടുത്ത് വിഴുങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതിനോട് പ്രതികരിച്ച് ഒരു കുടുംബമായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഭർത്താവൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കും. പിന്നെ ഇതിൻ്റെ പുറകെ തൂങ്ങണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീണ എസ് പിള്ളയെ ഇനി ബിഗ് ബോസുകാർ വിളിച്ചാൽ വീണ പോകാതിരിക്കുമോ? സുധിയുടെ പേരിലുള്ള അല്ലെങ്കിൽ രേണുവിൻ്റെ പേരിലുള്ള റീച്ചൊന്നും അവർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങനെയുള്ള ഒരു കാര്യം സംഭവിച്ചാൽ അത് അതിൻ്റെ പേരിൽ തന്നെ ആയിരിക്കുമല്ലോ. എനിക്ക് സുധിച്ചേട്ടൻ്റെ പേരിലുള്ള റീച്ചും വേണ്ട, അല്ലെങ്കിൽ എനിക്ക് രേണു സുധിയെ പറഞ്ഞിട്ട് ഒരു റീച്ചും വേണ്ടെന്നൊക്കെയാണ് ആദ്യമൊക്കെ ഇവർ പറഞ്ഞിരുന്നത് വോയിസ് കൊടുക്കുന്ന സമയത്ത്. ഇപ്പോൾ അവർ പുറത്തോട്ട് വന്നിരിക്കുന്നത് ഈ ആ സമയത്ത് ഇവർ പറഞ്ഞു തന്നു
എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇവർ വരും, ഇവർ മോൻ കാണിച്ചുകൊണ്ട് വരുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു.